സർ, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ എംപിമാരിതാ കൂട്ടത്തോടെ NCPI എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പക്ഷേ ഈ NCPI എന്ന പാർട്ടിയാണെങ്കിൽ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന, അംഗീകാരമില്ലാത്ത, എന്നാൽ രജിസ്ട്രേഷനുള്ള ഒരു പാർട്ടി കൂടിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എംപിമാരെത്തിയത്? മറ്റൊരു ചോദ്യം കൂടി, കൂറുമാറ്റ നിരോധന നിയമം കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയല്ലേ ഇതുവഴി കാണാൻ സാധിക്കുക? അതെ, രാഷ്ട്രം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ലോക്സഭാ സ്പീക്കറിലേക്കും സുപ്രീം കോടതിയിലേക്കുമാണ്. കാര്യം, ഭരണഘടനയുടെ 10th ഷെഡ്യൂൾ കൂറുമാറ്റ നിരോധന നിയമം വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 20 ലോക്സഭാംഗങ്ങൾ, അതിന്റെ നേതാവായ കകോലി ഘോഷ് ദസ്തിദാർ TMCയിൽ നിന്നും മമതാ ബാനർജിക്കെതിരായി കലാപമുയർത്തി പുറത്തു വന്ന എംപിമാർ, ഇത് രണ്ടുപേരുടെ പിന്തുണ കൂടി അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 28 അംഗ ലോക്സഭ പാർലമെന്ററി പാർട്ടിയിൽ 22 പേരും, രാജ്യസഭയിലെ 9 അംഗങ്ങളിൽ 3 പേരും മമതാ ബാനർജിക്കെതിരായിട്ടുള്ള കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവം, അവരാദ്യം തങ്ങൾക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പായിരിക്കണം എന്ന് അവകാശവാദം ഉന്നയിച്ചു. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന അവകാശവാദം ഉന്നയിച്ചു. അതെല്ലാം ഉപേക്ഷിച്ച് അവര് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ കത്തനുസരിച്ച് നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ NCPI എന്ന പാർട്ടിയിൽ തങ്ങൾ ലയിക്കുന്നു, ലയനം അംഗീകരിക്കണം, എന്നിട്ട് തങ്ങളെ അയോഗ്യരാക്കാൻ പാടില്ല, കാര്യം തങ്ങൾ NCPIയുടെ ഭാഗമാണ് എന്ന്. ഈ NCPI NDAയ്ക്കൊപ്പം ചേരും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ കൂറുമാറ്റം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് ജയിച്ചിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ ഉപേക്ഷിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതിന് ഇത് പുതിയ കാര്യമൊന്നുമില്ല. ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസിയുടെ ആദ്യകാലം മുതലേ ഈ കൂറുമാറ്റമുണ്ട്. പക്ഷെ ഇത് കൂറുമാറ്റം ജനാധിപത്യ പ്രക്രിയയെ തന്നെ അവതാളത്തിലാക്കിയപ്പോഴാണ് 85-ൽ ഭരണഘടനയുടെ 10ാം പട്ടിക പ്രകാരം പുതിയ നിയമം വരികയും അതിൽ 2 കാര്യങ്ങൾ മാത്രമേ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാത്തതുള്ളൂ എന്ന് വളരെ കൃത്യമായി വ്യവസ്ഥ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒറിജിനൽ രാഷ്ട്രീയ പാർട്ടി, അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി അംഗമായിട്ടാണ് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്, പാർലമെന്റിലേക്കോ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ, ആ പാർട്ടി മറ്റൊരു പാർട്ടിയിൽ ലയിക്കാൻ പാർട്ടി തീരുമാനിക്കണം, ആദ്യ സ്റ്റേജ്. രണ്ടാമത്തെ, തീരുമാനിച്ചാൽ മാത്രം പോരാ, അതിന്റെ നിയമസഭാ കക്ഷിയാണെങ്കിൽ അതിന്റെ നിയമസഭാ കക്ഷി, ലോക്സഭാ കക്ഷിയാണെങ്കിൽ പാർലമെന്റിൽ 2 കക്ഷികളുണ്ട്, ഒന്ന് ലോക്സഭാ കക്ഷി, ഒന്ന് രാജ്യസഭാ കക്ഷി. ഇത് ഇവിടെ TMCയുടെ കൂറുമാറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതും ഈ പാർട്ടിയിൽ പുതിയ പാർട്ടിയിൽ ലയിക്കണം എന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയതും ലോക്സഭാ പാർട്ടിയാണ്. ലോക്സഭാ പാർട്ടിയിലെ 28 അംഗങ്ങളിൽ 22 പേരുടെ പിന്തുണ അവർക്ക് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു. 20 പേരാണ് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. അപ്പോൾ 3-ൽ 2 അംഗങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല, 2 പ്രക്രിയയാണുള്ളത്, രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്. ഖണ്ഡിക 4 അനുസരിച്ച് പാർട്ടി ആദ്യം മറ്റൊരു പാർട്ടിയിൽ ലയിക്കാൻ തീരുമാനിക്കണം. ആ തീരുമാനത്തിന് 3-ൽ 2 അംഗങ്ങളുടെ അംഗീകാരം ലഭിക്കണം. ഈ വ്യവസ്ഥ പാലിക്കപ്പെട്ടാൽ മാത്രമേ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടാതെ ഇവർ യോഗ്യരായി ലോക്സഭാ അംഗത്വം തുടർന്ന് ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒട്ടേറെ വിധികൾ ഉണ്ടായിട്ടുണ്ട്, സുപ്രീം കോടതി വിധി. അതിൽ 2 വിധികളെ കുറിച്ച് പറയാം. നമ്മൾ പല പരിപാടികളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. 2003-ലെ സുഭാഷ് ദേശായി വേഴ്സസ് സ്വാമി പ്രസാദ് മൗര്യ കേസുണ്ട്. 2007-ലെ ഈ 2 കേസുകളിലും ഇത് അസന്നിഗ്ധമായി നിയമം വ്യാഖ്യാനിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കേസിൽ, അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, രാഷ്ട്രീയ പാർട്ടിയും അംഗങ്ങളും തമ്മിലുള്ളത് പുക്കിൽ കൊടി ബന്ധമാണ്, ഇത് അറുത്തു മാറ്റാൻ പറ്റില്ല. കാര്യം, മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടി നൽകുന്ന വിപ്പാണ് അനുസരിക്കേണ്ടത്. ഒരു പാർലമെന്ററി പാർട്ടി, ഇവിടെയാണെങ്കിൽ ലോക്സഭാ പാർട്ടി, സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മറ്റൊരു പാർട്ടി ലയിക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു സിറ്റുവേഷൻ കൂടെ പറയാം. ഇപ്പോൾ മിക്കവാറും അംഗങ്ങൾ മമതാ ബാനർജിയെ ഉപേക്ഷിച്ചു പോവുകയാണ്.
ആത്യന്തിക ലക്ഷ്യം എവിടെയാണ്, അതിന്റെ പിന്നിൽ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവരെല്ലാം BJP പക്ഷത്തേക്ക് പോകാൻ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. 22 പേർ പോയി, 28 പേരിൽ. ഇനി ബാക്കി എത്ര പേരുണ്ടാവും? ബാക്കി 6 പേരുണ്ടാവും. ഈ 6 പേരും നാളെ കൂറുമാറി ഇവരോടൊപ്പം ചേരുന്നു എന്ന് വെക്കുക. അപ്പോഴും ഇവർ പറയുന്ന രീതിയിൽ NCPIയിലോ മറ്റൊരു പാർട്ടിയിലോ ലയിക്കാൻ പറ്റില്ല. കേന്ദ്ര ഭരണകക്ഷിയിൽ എത്തുക എന്നുള്ള ഇവരുടെ ആത്യന്തിക ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം വളരെ ലളിതമാണ്. ലളിതമാണ് എന്ന് പറയുന്നത് അത്ര ലളിതമല്ലാത്തത് കൊണ്ടാണ്. കാര്യം ഇതാണ് ഭരണഘടനയിലെ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ഖണ്ഡിക 4 പ്രകാരം രാഷ്ട്രീയ പാർട്ടിയാണ് ഈ നേരത്തെ പലയാവർത്തി പറഞ്ഞതുപോലെ ലയിക്കാൻ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് വലിയ ശക്തി ഉണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് തങ്ങളുടേതാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് സ്ഥാപിക്കുക. മമതാ ബാനർജിയെ മാറ്റുക. ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്കെതിരായ കലാപം എന്നാണ് ഇവർ പറയുന്നത്. അഭിഷേക് ബാനർജിയെ മാറ്റുക. മാറ്റിക്കഴിഞ്ഞാൽ തങ്ങളിൽ ആരെയെങ്കിലും അത് ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ഥാപിക്കുക. മമതാ ബാനർജിക്ക് പകരം ചെയർപേഴ്സണായിട്ടും തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമായി. എന്നിട്ട് തൃണമൂൽ കോൺഗ്രസ് പ്രമേയം പാസ്സാക്കുക. NCPIയിൽ തങ്ങൾ ലയിക്കുന്നു. പിന്നെ ആ ഭാഗം വളരെ വ്യക്തമാണ്. രണ്ടാം ഭാഗം ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 3 അംഗങ്ങൾ NCPI ലയിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇതിന് മാത്രമായി നിലനിൽപ്പില്ല എന്ന് ഒട്ടേറെ കേസുകളിൽ നിയമം വ്യാഖ്യാനിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് 2023 10 BRS MLAമാർ ഭരണകക്ഷിയായ കോൺഗ്രസിൽ ചേർന്നു തെലങ്കാനയിൽ. അപ്പോൾ ഇവരെ അയോഗ്യരാക്കണം ഈ നിയമപ്രകാരം എന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സ്പീക്കർക്ക് പരാതി നൽകി. സ്പീക്കർ അവിടെ ചെയ്ത കാര്യം തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി. അവരങ്ങനെ സുപ്രീം കോടതിയിലെത്തി. ഇപ്പൊ ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് തീരുമാനമെടുക്കാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സ്പീക്കർ പിന്നെയും തീരുമാനം നീട്ടിക്കൊണ്ടുപോയപ്പോൾ സമയപരിധി നിശ്ചയിച്ചു. 3 മാസത്തിനകം തീരുമാനമെടുക്കണം. അങ്ങനെ 10 MLAമാർ BRC വിട്ട് കോൺഗ്രസിൽ പോകുക മാത്രമല്ല, നിയമസഭയിലെ ട്രഷറി ബെഞ്ചിൽ പോയി ഇരിക്കുകയും ചെയ്തു. ചിലര് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു. പക്ഷെ സുപ്രീം കോടതി കർക്കശമായ നിലപാടെടുക്കുകയും സ്പീക്കർക്കെതിരായി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടപടികളിലേക്ക് പോകും. കാര്യം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് സ്പീക്കറിന്റെ നടപടി എന്ന് അസന്നിഗ്ധമായി കോടതി പ്രഖ്യാപിക്കുകയും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടപടിയിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു. യെസ്, എന്തായാലും ബംഗാളിൽ നിന്നും ലോക്സഭാ MPമാർ, TMCയുടെ ലോക്സഭാ MPമാർ TMC വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുകയാണ്. NCPI എന്ന് പറയുന്ന പാർട്ടിയിലേക്കാണ് അവർ ചേക്കേറുന്നത്. ഈ പാർട്ടി യഥാർത്ഥത്തിൽ പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, എന്നാൽ രജിസ്ട്രേഷനുള്ള വലിയ രീതിയിൽ പ്രവർത്തനമൊന്നുമില്ലാത്ത, അംഗീകാരമില്ലാത്ത ഒരു പാർട്ടിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു നിലപാട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് രാഷ്ട്രീയപരമായ ചില തന്ത്രങ്ങൾ TMCയിലെ ഈ ലോക്സഭാ MPമാർ മെനയുകയാണോ എന്ന ചോദ്യം ഉയരുന്നത്. മാത്രമല്ല, മമതാ ബാനർജിക്കെതിരെ വലിയൊരു സന്നാഹം തന്നെയാണ് ബംഗാളിൽ BJP ഒരുക്കുന്നത് എന്ന് സംശയിക്കേണ്ടി വരും. ഈ രീതിയിലാണ് MPമാരുടെ ഈ കൂറുമാറ്റം ബംഗാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, കൂറുമാറ്റ നിരോധന നിയമത്തെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള MPമാരുടെ ഒരു NCPI എന്ന് പറയുന്ന പുതിയ പാർട്ടിയിലേക്കുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് എന്ന് പോലും വേണമെങ്കിൽ പറയാൻ സാധിക്കും. ലോക്സഭാ MPമായിരിക്കെ തന്നെ TMC വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കാറാൻ ബംഗാളിലെ MPമാരെ നിർബന്ധിതമാക്കിയത് എന്ത് എന്ന ചോദ്യവും അവശേഷിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.